തീർത്തും പ്രാധാന്യമില്ലാത്ത വളരെ ചെറിയൊരു കാര്യം കഥയിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സാഹചര്യത്തിന് അനുസരിച്ച് ഒരു കൂട്ടം ആളുകളോ ചെയ്യുന്നു. എന്നാൽ ഒരു പ്രാധാന്യവുമില്ലാതെ സംഭവിച്ച ഒരു കർമ്മത്തിൻ്റെ ഫലം കാരണം വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഇത്തരമൊരു അവസ്ഥ ഉപയോഗിച്ച് ഒരു സിനിമയുടെ കഥാകാന്യം നടത്തുന്ന രീതിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ തിയറി എന്ന് വിശേഷിപ്പിക്കുന്നത്. കയോസ് തിയറി അടിസ്ഥാനപ്പെടുത്തിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കുക. ഒരു പൂമ്പാറ്റ് ഉണ്ടാകുന്ന ചെറിയൊരു ശബ്ദം മറ്റൊരിടത്ത് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതിന് വളരെ കാരണമായേക്കാം എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഹെൻറി പൊങ്കേറെ എന്ന ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ഫ്രീ ബോഡി പ്രോബ്ലം എന്ന പേരിൽ നടത്തിയ പഠനങ്ങളിലൂടെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ചുള്ള സൂചനകൾ ആദ്യമായി ലഭിക്കുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു പഠനം നടത്തിയത്. ഗണിത ഭാഷയുടെ സാങ്കേതികതകളിൽ കുരുങ്ങിയതിനാൽ കൂടുതൽ ശ്രദ്ധ ഇതിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് 1960കളുടെ തുടക്കത്തിൽ എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് ബട്ടർഫ്ലൈ എഫക്റ്റിനെ വീണ്ടും ശാസ്ത്രശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എങ്കിലും ഈ പദം ജനകീയമായത് ജെയിംസ് ഗ്ലെഗെ എന്ന എഴുത്തുകാരനാണ്. ഒരിക്കൽ എഡ്വേർഡ് ലോറൻസ് ഒരു കാലാവസ്ഥാ പ്രവചനത്തിനായി 0.506127 എന്ന അക്കത്തിന് പകരം 0.506 എന്ന് മാത്രം എഴുതുകയുണ്ടായി. ഈ ഡാറ്റ അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിലാണ് എൻ്റർ ചെയ്തിരുന്നത്. ഈ അക്കങ്ങൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുവെങ്കിലും കണക്കുകൂട്ടലുകളിൽ കമ്പ്യൂട്ടർ കാണിച്ച കാലാവസ്ഥാ പ്രവചനം തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ ചെറിയ മാറ്റങ്ങൾ പോലും തൻ്റെ പ്രവചനത്തിലുണ്ടാക്കിയ വലിയ വ്യത്യാസം എഡ്വേർഡ് ലോറൻസ് നിരീക്ഷിച്ചു. തൻ്റെ ഈ കണ്ടെത്തലുകൾ ന്യൂയോർക്ക് അക്കാദമി ഓഫ് സയൻസിൽ സമർപ്പിച്ച ഗവേഷണ പ്രബന്ധത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. താൻ കണ്ടെത്തിയ ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഒരു കടൽക്കാക്കയുടെ ചിറകടി കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന് അദ്ദേഹം എഴുതി. പിന്നീട് കടൽക്കാക്ക എന്ന വാക്കിന് പകരം ചിത്രശലഭം എന്ന പദം അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നീ സിദ്ധാന്തത്തെ പല സിനിമകളിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് എറിക് ബ്രേസും ജെ മാക്കി ഡ്രിവറും ചേർന്ന് രചിച്ച് സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമായ ബട്ടർഫ്ലൈ എഫക്റ്റ്. ചിത്രത്തിൽ നായക കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഉള്ളടക്കത്തിൽ തെളിയുന്നത്. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും ബട്ടർഫ്ലൈ എഫക്റ്റുമായി കൂട്ടിയിണക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നലെകളെയും ഇന്നുമാണ് നമ്മൾ നാളെ എന്തു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിതത്തിൽ എടുക്കുന്ന വളരെ ചെറിയ തീരുമാനങ്ങളിൽ ഒന്നാവാം ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമാകുന്നത്.